Watch full episodes on Jio Hotstar. വേദാനഗരം വീണ്ടും ഇതാ പ്രശ്നത്തിലായിരിക്കുകയാണ്. ചില ആളുകളുടെ വീടിന് മുന്നിൽ വിചിത്രമായ രീതിയിൽ കുറെ ചോക്ലേറ്റ് ബോക്സുകൾ കണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചവരൊക്കെ വല്ലാത്തൊരു ഭ്രാന്തിന്റെ ലക്ഷണം കാണിക്കുകയാണ്. അവരുടെ മുന്നിൽ ആര് വന്നു പെട്ടാലും അവരെയൊക്കെ കടിച്ചു കീറാൻ ശ്രമിക്കുന്നു. ആരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് അതോറിറ്റീസ് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. എന്ത് വലിയ ചോക്ലേറ്റ്! രക്ഷിക്കണേ! എന്റെ ചോക്ലേറ്റ്! എന്റെ ചോക്ലേറ്റ്! ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് ആരാണ് ഇങ്ങനെയൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്നത്? ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ. ഇത് വല്ല ഏലിയൻ ആയിരിക്കുന്നേ. എന്റെ പേടറാമേ, എന്ത് രുചിയ ചോക്ലേറ്റിന്! മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു, അറിയോ? എന്റെ സാറ് പറയുന്നത് വളരെ ശരിയാ. കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. ഓരോന്നിങ്ങനെ എടുത്ത് കഴിക്കാം സാറേ. തരൂ, എനിക്ക് ഒരെണ്ണം കൂടി തരൂ. എനിക്ക് ഒരെണ്ണം കൂടി വേണം. സാറേ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ ഈ ചോക്ലേറ്റ് കൊണ്ടുവന്നത്? ഓരോന്നോരോന്നെടുത്ത് തിന്ന് തീർത്ത് എല്ലാം തീർന്നു പോയല്ലോ സാറേ. ഇപ്പൊ എന്ത് ചെയ്യും പേടറാം? ഇതിനൊരു കൺട്രോൾ ഇല്ലാതെ പോയല്ലോ. ഈ ചോക്ലേറ്റ് അത്ര നന്നായിരുന്നു. താങ്ക് യു പേടറാം സാർ. എനിക്ക് വേണ്ടി ചോക്ലേറ്റ് കൊണ്ടുവന്നല്ലോ. വരൂ അകത്തേക്ക് വരൂ. ലഡു സിംഗ് സാറേ, എന്താ ഇങ്ങനെ നോക്കുന്നേ? ചോക്ലേറ്റ് ഇത് എനിക്കുള്ളതാണ്. ഞാൻ ആർക്കും കൊടുക്കില്ല. ശിവ, CCTV ഫുട്ടേജിൽ ചോക്ലേറ്റ് വെക്കുന്ന ആളുടെ മുഖം കണ്ടായിരുന്നോ? ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാനായില്ല. എല്ലാ ഫുട്ടേജിലും ചോക്ലേറ്റ് കൊടുക്കുന്ന ആളുടെ മുഖം മാസ്ക് ഇട്ട് മറച്ചിരിക്കുന്നതായിട്ടാ കാണുന്നത്. വളരെ നന്ദിയുണ്ട്. ഗായ്സ്, ഒന്ന് കണ്ടുപിടിച്ചു. ചോക്ലേറ്റ് കൊടുക്കുന്ന ആള് ഏത് ഡയറക്ഷനിലേക്കാണ് പോയത്? ആ ഡയറക്ഷനിൽ നിന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു വണ്ടി പുറപ്പെട്ടു. ആ വണ്ടിയുടെ ഓണറിൽ നിന്നും ചില കാര്യങ്ങൾ കിട്ടും നമുക്ക്. ഈ വീട് ഒഴിഞ്ഞു കിടക്കാനല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആകെ നമുക്ക് കിട്ടിയ ഒരേ ഒരു ക്ലൂ ആയിരുന്നു അത്. ഇനി എന്ത് ചെയ്യും ശിവ? എന്തുമാത്രം ഉറുമ്പ! എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, മധുര സാധനങ്ങൾ തുറന്നു വെക്കാൻ പാടില്ലാന്ന്. അങ്ങനെ വെച്ചാൽ ഒരുപാട് ഉറുമ്പ് വരുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ബ്രില്യന്റ് ഐഡിയ. വരൂ, നമുക്ക് ഈ ഉറുമ്പുകളെ ഫോളോ ചെയ്യാം. ചിലപ്പോ ആ മിസ്റ്റീരിയസ് ചോക്ലേറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഇവ നമ്മളെ കൊണ്ട് എത്തിച്ചാലോ? ഇത് എനിക്ക് പേടറാം തന്ന ചോക്ലേറ്റ് പോലെ തന്നെയുണ്ട്. റിവഞ്ച്! എന്റെ റിവഞ്ച് ഒന്നുമല്ല, പക്ഷെ സ്വീറ്റ്, മധുരമാണ്. സ്വീറ്റ്.
ആരാധ മര്യാദക്ക് ഇങ്ങോട്ട് വാ, അതോ ഞാൻ അങ്ങോട്ട് വരണോ? കുട്ടികളെ, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ഫാക്ടറിക്ക് അകത്തേക്ക് കയറാൻ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഞങ്ങൾ ഇവിടെ വരാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ വേദ നഗരത്തിലുള്ള ജനങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഈ സ്ട്രെയിൻ ചോക്ലേറ്റ് കൊടുത്ത് എന്തിനാ അപകടത്തിലാക്കുന്ന എല്ലാരെയും? ട്രബിൾ ഇനിയും തുടങ്ങിയിട്ടില്ല കേട്ടോ. 5 വർഷം മുമ്പ് എല്ലാവരും ചേർന്ന് എന്റെ ചോക്ലേറ്റ് റിജക്ട് ചെയ്തപ്പോ എന്റെ ഹൃദയം നിലച്ചുപോയി. അതിന്റെ പേരിൽ ഞാൻ എല്ലാവരോടും പകരം വീട്ടും. പേടി കൊണ്ട് തണുക്കുകയാണോ അതോ ശരിക്കും ഇവിടെ തണുപ്പുണ്ടോ? എനിക്ക് ശരിക്കും തണുക്കുന്നുണ്ട്. യൂണി, അവിടുന്ന് ഓട്. യൂണി, ഒരിക്കലും നിന്നെ ശ്രദ്ധ തിരിക്കാൻ നോക്കല്ലേ. Yes. Shiva! Mami! Shiva! രക്ഷിക്കേ!
ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? നീ വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. നേരത്തെ കണ്ട ആ മോൺസ്റ്റർ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അതുകൊണ്ടാണ് ചൂട് കൂടിയപ്പോഴേക്കും എല്ലാം കൂടി ഇല്ലാതായത്. ഇപ്പൊ വേദ സിറ്റിയിലുള്ളവരെല്ലാവരും നോർമലായി കാണും. അപ്പൊ അതിന്റെ അർത്ഥം ഇനി ലഡ്ഡു സിംഗ് സാറിന്റെ കണ്ണില് ഞാനൊരു ചോക്ലേറ്റ് ആയി കാണില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.